തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ശശി എന്ന CPM നേതാവിൻ്റെ വാർത്തയാണെങ്കിൽ പാലക്കാട് ലോക്കൽ സെക്രട്ടറി സ്പിരിറ്റ് കടത്തിയിരിക്കുകയാണ്. നമുക്കിപ്പം പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട് ചിറ്റൂരിൽ കമ്പലത്തറയിൽ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ CPM ലോക്കൽ സെക്രട്ടറിയും പ്രതി. ലോക്കൽ സെക്രട്ടറി ഹരിദാസും ഉദയനും ചേർന്നാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തത്. കഴിഞ്ഞ ദിവസമാണ് ചിറ്റൂർ അമ്പലത്തറയിൽ 1260 ലിറ്റർ സ്പിരിറ്റ് കണ്ടെത്തിയത്. അരുൺ ആലത്തൂരാണ് ചേരുന്നത്. അരുണെ, നേരത്തെ ഈ അരുണിലേക്ക് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നിന്നും ദിസ്ന നൽകിയിരുന്ന റിപ്പോർട്ടെന്ന് പറയുന്നത് അവിടെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബാങ്കിൻ്റെ സെക്രട്ടറി ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യയ്ക്ക് കാരണം ആ കാലത്ത് പ്രസിഡൻ്റായിട്ടിരുന്ന CPM നേതാവ് ഒരു ശശിയാണ്. ഇപ്പോൾ നേരെ നമ്മൾ പാലക്കാട്ടേക്ക് എത്തുമ്പോൾ LC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവിടെ സ്പിരിറ്റ് കടത്തുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഈ കൂട്ടർ എങ്ങനെ ക്ഷയിച്ചു പോയി എന്നതിൻ്റെ കൃത്യമായ രീതികൾ ഇപ്പോൾ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പിരിറ്റ് കടത്ത്, സ്ത്രീ വിഷയങ്ങൾ, ബാങ്ക് തട്ടിപ്പ്, ഇതിലെല്ലാം സഹാക്കന്മാരാണ്. പറയുവാനും ഗൗതം, പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട്ട് കഴിഞ്ഞ ദിവസമാണ് കമ്പാലത്തറ എന്ന ഭാഗത്ത് നിന്ന് 1260 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. മീനാക്ഷിപുരം സർക്കാർ പതിയിലെ കണ്ണയ്യൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ആ പരിശോധനയിലാണ് ഏകദേശം 60 ക്യാനുകളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്ന 1260 ലിറ്റർ സ്പിരിറ്റ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ കണ്ണയ്യനെ കസ്റ്റഡിയിലെടുത്ത് എക്സൈസ് ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് CPMൻ്റെ LC സെക്രട്ടറിയാണ് ഈ സ്പിരിറ്റ് ഇവിടെ എത്തിച്ചത് എന്നുള്ള വിവരം കണ്ണയ്യൻ പുറത്തു പറഞ്ഞിരിക്കുന്നത്. CPMൻ്റെ പെരുമാട്ടി LC സെക്രട്ടറിയാണ് ഈ വ്യക്തി, ഹരിദാസൻ എന്ന വ്യക്തി. ഈ LC സെക്രട്ടറിയായ ഹരിദാസനും പിന്നെ ഒരു ഉദയനും ചേർന്നുകൊണ്ടാണ് ഈ സ്പിരിറ്റ് കണ്ണയ്യൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. ചിറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം, ചിറ്റൂരിൽ നിന്നാണ് നമുക്കറിയാം സംസ്ഥാനത്തെ ഏറ്റവും അധികം കള്ള് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് ചിറ്റൂരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കള്ളിൽ ഈ സ്പിരിറ്റ് കലക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഇത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പരാതികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. CPMൻ്റെ തന്നെ നേതാക്കൾ നേരത്തെയും സ്പിരിറ്റുമായിട്ട് ഈ ചിറ്റൂർ മേഖലയിൽ പിടിയിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ LC സെക്രട്ടറിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. അതേസമയം തന്നെ ഹരിദാസൻ നിലവിൽ ഒളിവിലാണ്. ഹരിദാസിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലും അന്വേഷണവും പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഓക്കെ അരുൺ, അതായത് പാലക്കാട് സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട LC സെക്രട്ടറിയെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് പൊക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 1200 അടുത്ത് ലിറ്റർ വരുന്ന സ്പിരിറ്റാണ് അവിടെ കടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അരുൺ ആലത്തൂർ പങ്കുവച്ചത്.